കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. കൊട്ടാരക്കര മോഹിച്ച ഒടുവിലെ തൃക്കാക്കരയാണ് എത്തി നിൽക്കുന്നത്. അല്ല ഇത് മോഹമോ ചിന്തയൊന്നും അല്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഇനിയിപ്പോ നോക്കാൻ വേറൊന്നുമില്ല. ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും കയറി നമ്മൾ ഇടപെടും. നാട്ടിലും പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും കയറി ഇടപെടും. അപ്പം ആവശ്യമില്ലാത്ത കാര്യം അവനറിയണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുനിന്നൊരു ചോദ്യം വരും, നീ ആരാണ്? അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? പണ്ട് ഞാൻ തമാശയ്ക്ക് പറയായിരുന്നു, നിങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടത് ബിഗ് ബോസിലാണ്. ഇതിപ്പോൾ നിങ്ങൾ വന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഏതോ ലോക്സഭയിലോ നിയമസഭയിലോ ജയിപ്പിച്ചാണ് കാണാന്നൊക്കെ. എവിടെ നിന്ന് കിട്ടിയോ സാധനത്തിന്? ഞാനിങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞ് വരുമായിരുന്നു. അപ്പം നമ്മൾ നിസ്സഹായനായി മാറുകയാണ്. പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയല്ലേ പറ്റൂ. കഷ്ടം. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഒരു സെലിബ്രിറ്റി ഫിഗർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ തോന്നുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റി ഫിഗർ എന്ന് പറയുന്ന ഒരു ഫിഗറിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കത്തില്ല. അത് മാത്രമായിരിക്കും തൃക്കാക്കര ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. നീ മനുഷ്യരായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. ഇനി അങ്ങനെ ഞാൻ ഒരാളെ പറ്റിച്ചെന്ന് തോന്നിയാൽ, ഞാൻ ഇനി ജയിച്ചൊരു MLA ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നാൽ പിടിച്ചു നിർത്തി ചോദിക്കും, ഒരു അടി അടിക്കുന്നെങ്കിൽ അടിച്ചോ. ഇത് വേണമല്ലോ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കളിവാക്ക് പറഞ്ഞ